ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ നമ്മൾ ക്രിയേറ്റ് പെയർസ് എന്ന് പറയുന്ന ചോദ്യം ഉണ്ടാവും കേട്ടോ. ക്രിയേറ്റ് പെയർസ്, എങ്ങനെയാണ് പെയർ ക്രിയേറ്റ് ചെയ്യുക നോക്കൂ. ഇവിടെ നമ്മൾ ഓപ്ഷൻ ഉണ്ടാവും എഫേർട്ട്, എന്തൂസിയാസ്റ്റിക് അല്ലെ, ഹാപ്പി, ട്രമൻഡസ്, ചൈൽഡ്, ക്രൗഡ് അല്ലെ. ഇതിൽ നിന്ന് നമ്മളൊരു പെയർ ക്രിയേറ്റ് ചെയ്യണം. ചോദ്യം നോക്കിക്കൊണ്ടിട്ടോ. പെലായോ ടുക്ക്, പെലായോ എടുത്തു, ഡാഷ് അല്ലെ, to pull the old man. ആ ഓൾഡ് മാൻ ഒന്ന് പുള്ള ചെയ്യാൻ വേണ്ടിട്ട് എടുത്തു. എന്തെടുത്തു? ചൈൽഡ് കുട്ടീനെയാണ് എടുത്തത് അല്ലല്ലോ, പിന്നെ എന്താ എടുത്തത്? എഫേർട്ട് ആണ് എടുത്തത് അല്ലെ. അപ്പൊ എഫേർട്ട് എന്ന് മാത്രം എഴുതിയാ പോരാ, അപ്പൊ പേരാവൂലല്ലോ. എന്ത് എഫേർട്ട് എടുത്തത് പറ? ട്രമൻഡസ് എഫേർട്ട് എന്നാ പറയാ. അപ്പൊ തിരിച്ചു എഴുതിയാൽ മതി. എങ്ങനെ പറ? ട്രമൻഡസ് എഫേർട്ട് കേട്ടോ. ട്രമൻഡസ് എഫേർട്ട്. ക്ലിയർ അല്ലെ? ട്രമൻഡസ് എന്ന് മാത്രം എഴുതിയാ പോരാ, സോറി എഫേർട്ട് എന്ന് മാത്രം എഴുതിയാ പോരാ, ട്രമൻഡസ് എഫേർട്ട് തന്നെ എഴുതണം. അപ്പോഴാണ് നമുക്ക് ആ മാർക്ക് പോരാ കേട്ടോ. ക്ലിയർ? എന്തിന്? to pull the old man out of the mud. Okay, the dash flocked to Pelayo's house. The dash flocked, child flocked ആണോ? അല്ല, the crowd flocked ആണല്ലേ. അവിടെയുള്ള ജനങ്ങൾ ഒന്നായിട്ട് ഒരുമിച്ച് കൂടി. എങ്ങനെയുള്ള ജനങ്ങളാണ്? ഹാപ്പി ക്രൗഡ് ആണോ, അല്ലെങ്കിൽ നോക്കൂ നിങ്ങൾ enthusiastic ക്രൗഡ് ആണോ? അല്ലെ, enthusiastic ക്രൗഡ് ആണല്ലേ. അപ്പൊ നോക്കൂ, enthusiastic ക്രൗഡ് അല്ലെ, enthusiastic ക്രൗഡ് ഫ്ലോക്ക്ഡ്. ഉത്തരം കിട്ടി. enthusiastic അല്ലെ, enthusiastic അല്ലെ, ക്രൗഡ് അല്ലെ, ക്രൗഡ്, ഫ്ലോക്ക്ഡ് എന്ന് കിട്ടി. സോറി, ക്രൗഡ് അല്ലെ, ഫ്ലോക്ക് ടു പെലായോസ് ഹൗസ്. 2 മാർക്ക് എന്തായാലും കിട്ടും. ഇത്തവണത്തെ സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണിത്. വരിക, എഴുതുക. താങ്ക് യു വെരി മച്ച്.